അപ്പോൾ ഗൈസ് 2-3 കച്ചവടം കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ഒരു സ്ഥലം അളക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കച്ചവടം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇമ്മമ്മയാണ് അതിൻ്റെ മെയിൻ ആള്. ഈ തറവാട് എന്തിനാണ് അളവെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തറവാട് ഗൈസ് നമ്മൾ വാങ്ങാൻ പോവാണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇതിന് ഏകദേശം എത്ര വില കിട്ടും എന്ന് അറിഞ്ഞിട്ട് വേണം ഗൈസ് ഇപ്പം എനിക്ക് നമുക്ക് കൊടുക്കാൻ അല്ലേ. അളന്ന് വന്നപ്പോഴാണ് ഗൈസ് തെങ്ങ്, അതേപോലെ തന്നെ ഇതിന് പേരെന്താ, ഇത് കൊക്കോ കാപ്പി, പിന്നെ വേറെ തെങ്ങ്, പിന്നെ ഗൈസ് അവിടെ ഒരു ഞാവല്, പിന്നെ 2 ഡബ്ബർ. ഇത് കണക്ക് കൂട്ടി വന്നപ്പോ ഗൈസ് ആകെ നഷ്ടം. ഇതൊന്നും ഗൈസ് ഇപ്പൊ നമ്മളതല്ല, അതൊക്കെ പോയി. ഇല്ല, പറ്റൂല. നമ്മളിപ്പോ സ്ഥലം അളവ് എടുക്കാനല്ലേ വന്നിക്കണത്, അല്ലാതെ കച്ചറ കൂടാനല്ലോ വന്നിക്കണത്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിഞ്ഞാന്നത്തെ വ്ളോഗിൽ പറഞ്ഞിനി നമ്മളെ സ്ഥലത്തിന്റെ അളവൊന്നും എടുക്കണമെന്ന് അല്ലേ മോട്ടാ, സ്ഥലം അളക്കണ കാര്യം നമ്മൾ പറഞ്ഞിനി. അപ്പോൾ ഇന്ന് ഇതാകണേ നമ്മളെ വയ്യ അളന്ന കാക്കനെ ഇവിടെ എത്തിക്കണ്. അപ്പം മൂപ്പരെത്തിയിട്ട് ഇപ്പം ഞങ്ങൾ ഏകദേശം ആ സൈഡൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ അടിച്ചാണ് ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ മറ്റേ വയ്യിൻ്റെ ഏരിയ കേട്ടോ. ഇവിടെ എന്താ ഇമ്മ വയ്യിൻ്റെ ഇപ്പം എന്താ പറഞ്ഞേ, 3 അടി അവിടെ അടിച്ചിട്ടുണ്ട്. അതായത് അവിടുന്ന് കൈസ് കണ്ടോ, ആ ഭാഗത്തുനിന്ന് ഒരു 3 അടി വിട്ടിട്ടാണ് നമ്മളത് അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പരിപാടി ഇപ്പോൾ തുടങ്ങുകയാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് ഗൈസ് ഭയങ്കര കൊതുക് കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ടാണെന്ന് അറിയാം, ഇന്നലെ നല്ല മഴ ഉണ്ടായിന്, നല്ല ഇടിയും മിന്നലും മഴയൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഞങ്ങൾ ഗൈസ് ഇന്ന് രാവിലെ തന്നെ പരിപാടി തുടങ്ങി. ഷെഫീക്ക് എത്തിക്കണ് അല്ലേ, എന്താ അറിയാല്ലേ, എന്താണ് കാര് പിടിക്കാൻ വീണ്ടും അളക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. മുന്നേ വന്നില്ല കേട്ടോ ഗൈസ്, മുന്നേ പനിച്ച് കിടക്കുകയാണല്ലോ, മുന്നേക്ക് വെച്ച. പിന്നെ അപ്പുറത്തെ നമ്മളെ മറ്റേ ചേച്ചി വന്നിണ്. ചേച്ചിന്റെ സ്ഥലമാണ് നമ്മൾ വയ്യ വാങ്ങിയ അവിടുത്തെ പോലെ സ്ഥലമാണ്. ചേച്ചി വന്നാണ്. പിന്നെ അപ്പുറത്തെ തോട്ടക്കാർ വന്നാണ്. കുറെ സ്ഥലക്കാരൊക്കെ വന്നാണ്. അപ്പോൾ ഗൈസ് 2-3 കച്ചവടം കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ഒരു സ്ഥലം അളക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കച്ചവടം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇമ്മമ്മയാണ് അതിൻ്റെ മെയിൻ ആള്. ഒന്നുമില്ല. അപ്പോൾ ഗൈസ് ഇമ്മമ്മ മിണ്ടരുത്. എവിടെ ഒരു മിണ്ടല്ലേ അത് കഴിഞ്ഞ് കേട്ടോ. പറഞ്ഞില്ലേ എവിടുന്നാണ് ഈ ഒച്ച വരുന്നുണ്ടോ ഈ ചെറിയ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആലോചിക്കണങ്ങളെ. ഒരു 10-30-40 കൊല്ലം ബാബരി അതാണ് കൊണ്ടുനടന്നിട്ടാണ് കഴിച്ച ഒരു വയ്യ ഇതുകൂടെ പോകുന്നുണ്ട്. അറിയോ നിങ്ങൾക്ക് ആരെയോ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ ഇല്ല, പറ്റൂല. ആയിക്കോട്ടെ. അപ്പൊ ഗൈസ് നിങ്ങളിപ്പോ ആ ടാങ്ക് കിടക്കണുണ്ടോ, ആ ടാങ്ക് നമ്മളതല്ല. ആ ടാങ്ക് നമ്മളതാണ്, പക്ഷെ അത് നിൽക്കുന്ന സ്ഥലം കഴിച്ച് നമ്മളതല്ല. അതൊരു വയ്യാണ്, നടവയ്യാണ്, കണ്ടില്ലേ. അല്ല അങ്ങനെ നോക്കാനാ നമുക്കിവിടെ സ്ഥലം ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. ഇമ്മ 3 അടിയല്ലേ ഇമ്മ പറഞ്ഞത്, അത് എത്ര അടിൻ്റെ 5 അടിയോ? ഗൈസ് ഇത്ര ഒരു 3 അടി നമ്മൾ ഇതിന്നാണ് പോയി. അമ്മ കോഴിക്കോട് പോകില്ലല്ലോ, കോഴിക്കോട് നമ്മളത് തന്നെ ഇരിക്കാനും ഗൈസ്. ഗൈസ് ഇവിടെ ഒരു വലിയൊരു കുറ്റിയുണ്ടോ, അത് വെട്ടി വിറ്റു. 3000 റുപ്യക്ക് വിറ്റു. 3000 റുപ്യക്ക് 4 മരങ്ങൾ വിറ്റു. അപ്പോൾ ഗൈസ് നമ്മൾ ഈ തറവാട് എന്തിനാണ് അളവെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തറവാട് ഗൈസ് നമ്മൾ വാങ്ങാൻ പോവാണ്. ഞാനും ഇമ്മയും വാങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇതിന് ഏകദേശം എത്ര വില കിട്ടും എന്ന് അറിഞ്ഞിട്ട് വേണം ഗൈസ് ഇപ്പം എനിക്ക് നമുക്ക് കൊടുക്കാൻ അല്ലേ. അല്ല, ഇത് കൊടുത്തിട്ട് വേണം ഗൈസ് ഇതിവിടെ നമുക്ക് എങ്ങനെ ഉണ്ടല്ലോ. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂലല്ലേ. നമ്മളെ ആധാരത്തിലുണ്ടോ അമ്മ 3 അടി വയ്യ? ആധാരം കൊണ്ടുവരി. ഒരു 3 അടി കിട്ടുകയാണെങ്കിൽ ഗൈസ് അതൊരു കിട്ടലാണ്. ഇവിടെ വയ്യ ഉണ്ട്, പക്ഷെ ഇത് കൂടെ ആരും നടന്നൊന്നും പോക്കില്ല. അത് നിങ്ങൾ നോക്കി കണ്ടില്ലേ, ഇത്രയും കാലങ്ങളായി ഇങ്ങനെ നടക്കുന്നുണ്ട്. അല്ല മറ്റേല് ഓലയില് വഴി ഉണ്ടെങ്കിൽ നിങ്ങളേലുണ്ടോ ഇല്ലെന്നല്ല, ഓലയില് വഴി ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതിലുണ്ടെന്നല്ലേ പേരൊക്കെ പറയുന്നത്. ഏതായാലും 3 അടി വിട്ടു അതല്ലമ്മ, ആ വയ്യല്ല. അത് കണ്ടില്ലേ, എന്തേലും ഒരു ചെറിയതുണ്ടാവും നിൽക്കാണ് ഒരു കച്ചറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു തീപ്പൊരി വിജാൻ നിൽക്കാണ് ഉമ്മമ്മയുടെ ആളി കത്തിച്ചാൻ വേണ്ടിയിട്ട് ഗൈസ് കച്ചറക്ക്. പരിപാടി അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ അളവ് എടുത്തിക്കണം കേട്ടോ. ഇവിടെ അതില്ല, അതില്
ആ നമ്മൾ ഗൈസ് ഇവിടുന്നാണ് തുടങ്ങിയത്. ഇവിടെ തുടങ്ങിയ ടൈമിൽ നമ്മൾ വ്ളോഗ് എന്താ എടുക്കാത്ത വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കച്ചറയാണ്. അത് നമ്മൾ ഗൈസ് എങ്ങനെയൊക്കെയോ ഒന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയൽക്കാരും എല്ലാവരും നമുക്ക് വേണം. ഇമ്മമ്മക്ക് പിന്നെ അങ്ങനെയല്ല, അടി വെട്ട് കുത്ത് അങ്ങനത്തെ പരിപാടിയാണ്. ആ അപ്പോൾ ഗൈസ് അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇവിടെ ചെറിയ ചെറിയ കുറ്റിയും തരി ഇതാണ് ഈ പൊന്തക്കാട് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ വെട്ടി ഒഴിവാക്കി. കാരണം അളവെടുക്കണ കുറ്റി ഇതാക്കുന്ന ഇതാണ്. അപ്പൊ ഇതിന്റെ നേരെ വരുമ്പോ അങ്ങനെ കാട്ടണം പറഞ്ഞു. അപ്പൊ അങ്ങനെ ആട്ടിയതാ അല്ലേ. അങ്ങനെയാകുമ്പോ ഈ പ്ലാവ് നമ്മളതാവൂലേ? പ്ലാവ് നമ്മളതല്ല അല്ലേ? ആണോ ഗൈസ് നമുക്ക് പ്ലാവ് കിട്ടി. ആ അപ്പോൾ ഗൈസ് നമുക്കൊരു ഫ്രീ ആയിട്ടൊരു പ്ലാവ് കിട്ടിയിരിക്കണേ. ഫ്രീ ഇത് നമ്മൾ തന്നെ ഏണിയില്ല ആദ്യം, പക്ഷെ ഓൾതാണ് പറഞ്ഞത് നമ്മൾ നിൽക്കുകയായിരുന്നു. അപ്പം അമ്മ പ്ലാവായില്ലേ? അല്ല അല്ലേ അതിലാവട്ടെ കണ്ടില്ലേ ഉമ്മമ്മ ഒന്ന് കൂളാവും, ഒന്ന് ശാന്തതാവും, എല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കാനല്ലേ. അതെ, പിന്നെ നിങ്ങൾ ഓൽതറിഞ്ഞ ഞാനേ കേക്കണ്ടേ? ഇല്ല ആ ഉമ്മമ്മ ഒന്നും കേൾക്കൂല. നമ്മൾ വേറെ സ്ഥലം അളവ് എടുക്കാനല്ലേ വന്നിക്കണത്, അല്ലാതെ കച്ചറ വിടാനല്ലല്ലോ വന്നിക്കണത്. ഇതെന്താ അറിയോ, മറ്റേ അടിക്കൊണ്ടേ വായിക്കാണ്. വെറുതെ ആലപ്പുണ്ടാക്കിയ അല്ല പിന്നെ വെട്ടി വാങ്ങണം. പുറ വെട്ടി കുറച്ച് കൊടുക്കണേ. എവിടെ മരം കൊമ്പുണ്ടോ? ആയിക്കോട്ടെ. ഇവിടെ ഗൈസ് എനിക്ക് ആ പ്ലാവിന്റെ കാര്യത്തിൽ ആധാരത്തിൽ എന്തോ ഉണ്ട്. എന്തായി ആധാരത്തിൽ എന്തായി? അല്ല ഇവിടെ പടിഞ്ഞാറോടെ കിടക്ക് ഇതിങ്ങോട്ട് ഇങ്ങോട്ടല്ലേ. അപ്പൊ ഇതാണ് ഒഴിവുപറമ്പ് ശരിക്കും എത്തിക്കണം. അപ്പൊ ഇതിന് വഴി ഉണ്ടോ നമുക്ക് ഇറക്കാം. ചിലപ്പോൾ നോക്കണ്ട, നമുക്ക് അടക്കട്ടത് ഒഴിവാക്കി ഇളക്കാം. ഒഴിവുപറമ്പ് ഇവിടെ കുഞ്ഞാലി വിതലാണ്. ഇത് മേലെ കറക്റ്റാ. വടക്ക് കിഴക്ക് അഹമ്മദ്, ആ കറക്റ്റാ. തെക്ക് കൃഷ്ണൻ, ആ ചേച്ചി. അപ്പൊ കറക്റ്റാ. ഒഴിവുപറമ്പ് കിട്ടുക. ഇനിയിപ്പോ ഇത് ഒഴിവാക്കിയാൽ നോക്കാം. ഒഴിവുപറമ്പ് കിട്ടുക. അതായത് വയ്യ അതറിയില്ല, നമുക്ക് അളന്ന് നോക്കുക. നമ്മൾ ആധാരം ഇതല്ലേ. ആധാരത്തില് പിന്നെ ലക്ഷംപറമ്പ ഒഴിവുപറമ്പ് നട്ട് ലക്ഷംപറമ്പ് എന്നതോട് ഒരു ഒഴിവുപറമ്പാണ്. ഇവിടെ കിട്ടി എന്നിട്ട് നമുക്ക് ഇത് നോക്കാം. നമ്മൾ 3 അടി. അപ്പൊ ആധാരത്തിലും കറക്റ്റായിട്ട് അറിയില്ല എന്ന് പറഞ്ഞേ. നോക്കട്ടെ, നമ്മളെ ആധാരത്തിൽ കാണില്ല എന്നല്ലേ പറഞ്ഞേ. മറ്റൊരു ആ താഴത്തെ പെരക്കാർക്ക് ഓർക്ക് മേലെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ഓര് പറയുന്നു നമ്മൾ ഇതാക്കണേ എന്തായാലും ഒരു 3 അടി ഒഴിച്ചിട്ട് ഇതാക്കണേ. ഈ ഒരു വയ്യന്റെ ഈ ഒരു 3 അടി കഴിച്ചാണ് നമ്മൾ ഇവിടെ കുറ്റിത്തിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കാലോ. നമുക്ക് വയ്യന്റെ കാര്യം കറക്റ്റ് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ 3 അടി എന്തായാലും ഒഴിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ പേരിൽ ഒരു കച്ചറ വേണ്ട അല്ലേ. അപ്പൊ ഓല രേഖയിലുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഞായ്ക്ക് ഇറങ്ങിയിട്ടുണ്ടാക്കണ്ട. ഓല രേഖയിലുണ്ട് നല്ലോണേ. അപ്പൊ ആയിക്കോട്ടെ, എല്ലാ രേഖയിലുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. മമ്മാട് ഒഴിച്ചെടുത്തു ഗൈസ്. അത് വിട്ട് പോയി കൊടുത്തു. ഇതിന് മോള് വരേണ്ടത് നോക്കിയാ. അവിടെ മോളിൽ നിങ്ങൾ കാണണ്ടോ, ഇങ്ങനെ ഒരു വയ്യാണ് ഗൈസ് പോണത്. ആ മതില് ചാരിയാണ് അങ്ങനെ ഏറ്റവും മോളൊരു കോറിയൊക്കെ ഉണ്ട് ഇനിയിപ്പോ. അല്ല പണ്ട്, ഇപ്പൊ അതൊന്നും ഇല്ല. അവിടെ ഇങ്ങനെ ഒഴിഞ്ഞിടക്കാണ്. നമ്മൾ നാളെ വീഡിയോ ഒക്കെ ചെയ്തില്ലേ മാങ്ങർച്ചാൻ പോയതൊക്കെ. അതായത് ഈ തോട്ടക്കാരത്തില്ലേ. തൽക്കാലം എന്തായാലും 3 അടി ഒഴിച്ചിടേ നമുക്ക്. അപ്പൊ പിന്നെ പ്രശ്നമല്ലല്ലോ. ആ എന്തായാലും നോക്കട്ടെ. ഷെഫീഖ് കേസ് മെയിൻ പണിക്കാരനായിക്കോട്ടോ കേട്ടോ. രാവിലെ വന്നപ്പോൾ തുടങ്ങിയ മണ്ടിപ്പാച്ചിലാണ് ചക്കം. ഷെഫീഖ് കാര്യത്തിലല്ലേ ഇതൊന്ന് വിറ്റിട്ടാണല്ലേ. ഇതൊന്നും വിറ്റിട്ടാണ്. ഇതിന്റെ പൈസ ഇട്ടാണ് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ വിചാരിച്ചു കുത്തിരിക്കേപ്പിക്ക്. ഗൈസ് ഞങ്ങൾ ആദ്യം ഇവിടെ കോഴി ഫാം തുടങ്ങാൻ വേണ്ടി വിചാരിച്ചു. ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ടോപ്പ് കോമഡിയാണ്. ഞങ്ങൾ നല്ലൊരു സ്ഥലമൊക്കെ നോക്കിയ, പക്ഷേ എവിടെയും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളെ തോട്ടം തന്നെ കോഴി ഫാമൊക്കെ ആക്കാന്ന് വിചാരിച്ചിന്. എന്നിട്ട് ഞാനും മോണ്ടനൊക്കെ ഇവിടെ കളച്ചൊക്കെ റെഡിയാക്കി വെച്ചിന്. നിരത്തി. പിന്നെ കോഴി ഫാമിന്റെ ആള് വിളിച്ചപ്പോ പറഞ്ഞു വണ്ടി വരാൻ പറ്റണം. വണ്ടി വരൂല, കോഴി ഉണ്ടാവണമെങ്കിൽ വണ്ടി വരണ്ടേ. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ അത് പിന്നീട് ക്യാൻസലായി. കണക്കൂട്ടി വന്നപ്പോൾ ഗൈസ് ഫുള്ള് നഷ്ടകച്ചവടമാണ് കണക്കൂട്ടി വന്നപ്പോൾ. അതിൽ പിന്നെ ഞങ്ങൾ ആ പ്ലാനിങ് കൊണ്ട് ഒഴിവാക്കി. പിന്നെ ഇപ്പോൾ അതാക്കണ ഇമ്മാൻ്റെ കോഴി ഫാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെറുതെ കോഴിക്കൊക്കെ തീറ്റ കൊടുക്കുക, നമുക്ക് നഷ്ടം വീണ്ടും. അങ്ങനത്തെ പരിപാടി. കാണല്ലേ. എന്തായാലും ഗൈസ് നീ ഈ അളവെടുക്കലൊന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അപ്പൊ നമ്മൾ കല്ല് കുഴിച്ചിടാൻ പോവുകയാണ്. ഷെഫീഖ് നല്ല കനണ്ട് കേട്ടോ. അല്ല കമ്പിപ്പാരോടെ കമ്പിപ്പാര ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാ പോയി എടുത്തോണ്ടേരി. ഇത് പോലം കനാണ്.
അങ്ങനെ ഗൈസ് നമ്മളെ കുറ്റികുത്തൽ പരിപാടിയാണ് തുടങ്ങണത്. അപ്പോൾ ഇതാക്കണ കുറ്റി ഇവിടെ ഉണ്ട്. മോണ്ടനും എൻ്റെ കാക്കയും കൂടി ഇതാക്കണം ഇവിടെ കുയ്യി കുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെയാണ് ഗൈസ് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ പാറി അതേപോലെ വേരുമാണ്, കല്ലും വേരൊക്കെ കൂടിയാണ്. അപ്പോൾ കുത്താൻ കുറച്ച് ഗതിയാണ്. കുത്തൽ പരിപാടിയിലാണ്. അതുപോലെ അതിരും കല്ലല്ലേ? ഇഷ്ടം പോലെ കല്ലല്ല അവിടെ, കല്ലും വേരും കുന്നിന്റെ മുകളിൽ വരച്ചിട്ട് ടാസ്ക് ആണ് അവിടെ. പോങ്ങട്ടെ. ഓ വലിയ കല്ലാട്ടോ. മൂലക്കല്ലാക്കി ഇങ്ങനെ വെക്കണല്ലേ, അപ്പൊ വലിയ കല്ല് വെച്ചിരുന്നു. ഉമ്മാക്ക് അതൊക്കെ വെക്കാൻ ആരോഗ്യം അല്ല വലിയ മണ്ണ് ഒലിച്ചു പോകല്ലേ വെച്ചാണ്ടേ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടലാക്കിയല്ലേ. മണ്ണല്ലേ പാറയണേ കല്ല്. മണ്ണ് വന്നതിന്റെ ചിരട്ട കാണുന്നത് അതൊക്കെ വല്ലാ വലിച്ചാക്കല്ല ഞാൻ. പിന്നെ അതിന്റെ എടുക്കണ്ടേ നമുക്ക്. പിന്നെ ആണെങ്കിൽ പിന്നെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ടാസ്ക് ആണ് കേസ് ഇവിടെ കുയ്യുത്തുന്നത്. എങ്ങനെ കുത്തുക? കോടാലി കോടാലി ജോ കോടാലി പറഞ്ഞ ഉമ്മല്ലേ? എന്താ അവിടെ ഇതുണ്ടോ? സിമെന്റോ? ആ സിമെന്റ് അന്ന് മാൾമീൻ കൂടി വെച്ചാണ് അവിടെ നിന്നേന്നു. അത് ഈ മരം മുഴങ്ങി ചാടിയിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു കുറ്റിണ്ട്. ഇവിടെ ഈ കുറ്റിണ്ട്. ഇതൊരു മരാണ്. ആ മരം അടക്കാണ് പോയിന്. കുറ്റി തന്നെ കുത്തി കുത്തി വലിയ കുയ്യയിക്കണം. വലിയൊരു കല്ലുണ്ടായിന്. ആ കല്ലെടുത്താണ്ട് ഒഴിവാക്കി. ഇങ്ങനെ ഏതാ കല്ലറിയോ? ഇവിടെ ഒരു വലിയ കല്ലുണ്ടോ? ഇതാണ് ഈ വലിയൊരു വാറക്കല്ല്. അതതിൻ്റെ ഉള്ളിലാണ്. വലിച്ച് പുറത്തേക്ക് എടുത്താണ്ട് ഇപ്പൊ ഇതാക്കണം. ഇനി കുയ്യ് റെഡി ആയിക്കൊണ്ടിരിക്കുക ഈ സാധനം കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞിട്ട് പോണ്ട കോൺക്രീറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? അതോ നിക്കാന്? അതോ വലിയ കുയ്യാനാക്കിയാണ്ട് ചെയ്യാൻ നിൽക്കൂലേ? നല്ലോണം കുയ്യ് കുത്തിയാണ്ട് മൂടി വെച്ചാൽ തന്നെ മതി. ഇത്ര വലിപ്പല്ലേ? ഏകദേശം ഇത്ര ഹൈറ്റിൽ താഴെ പോയാൽ തന്നെ മതി. എന്തായാലും ഇവിടെ കെട്ടണം കൂടി ഉണ്ട് ഗൈസ്. ഈ ഭാഗം കെട്ടി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മണ്ണ് മൊത്തം ഇങ്ങോട്ട് ഇങ്ങനെ പോരും. ഇവിടെ കണ്ടോ പോന്നിട്ട് ഇടിഞ്ഞു പോകുന്നുണ്ടോ ഇവിടെയൊക്കെ? എന്തായാലും ഇവിടെ ശരിയാക്കി കഴിയട്ടെ. ഇനി കുഴിച്ചിടണം. നമ്മള് സാധനം വെക്കുകയാണ്. നേരെ വെക്കണം. അതായത് നിക്കട്ടമ്മ അത്ര വേണ്ട. ലേശം അങ്ങോട്ട് വരാനൊക്കെ ഇങ്ങോട്ട് ലേശം ഇങ്ങോട്ട് ഉടുത്തോട്ടോ. ലേശം ഇങ്ങോട്ട് വരണം ബാക്കി ചെരിയണ്ട. ലേശം അങ്ങോട്ട് നേരെ തന്നെ. അത്ര മതി. ഇതാണ് അതിൻ്റെ കറക്റ്റ്. ഇത് അപ്പം നിങ്ങളേക്കും ചെരിയും. കുറച്ച് ഇങ്ങനെ നേരെ ആയിക്കോട്ടെ. ഇതിലിട്ടണം. ഞാൻ കൈക്കോട്ടെ. നമുക്ക് നിങ്ങൾ കെട്ടാമാകുമ്പോട്ട് കറക്റ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ശരിയാക്കട്ടോ. ഇത് തട്ടിക്കളി മണ്ണ്. ഇപ്പം കല്ലുന്നതാട്ടോ. ഇവിടെ ഒക്കെ മണ്ണ് തട്ടണം. അത് തട്ടിക്കൊടുക്കുന്നുണ്ട്. ഇവിടെ തട്ടി കൊടുക്കണം. ഒരു കുയ്യുത്താൻ തന്നെ ഇവിടെ എത്ര പണി കിട്ടും. ഒക്കെ പാറയും കല്ല കൈ കൊണ്ട് സീനാണ് കേസ്. അതാണ് അങ്ങനെ കോൺക്രീറ്റ് ഇട്ടാണ്. പിന്നെ മരം പൊളിഞ്ഞാടിയിട്ട് മൂഞ്ചിയതാ. പക്ഷെ എന്താ പറയാ നമ്മളിനി ഇവിടെ കെട്ടണം. അപ്പൊ കെട്ടുമ്പോ പിന്നെ ഇപ്പൊ കോൺക്രീറ്റ് ഇട്ടുമ്പോ എന്തായാലും അയിമ കൂടെ ഇതാക്കിയാൻ തീരല്ലോ. എങ്ങനെ കെട്ടിങ്ങനെ വരും. കമ്പിവേലി ഇടുന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് വലിച്ചിടണം. കാരണം കമ്പിവേലി മുള്ളിൽ തട്ടും ആൾക്കാർ. ഇടുന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് വലിച്ചിടണം. മർത്തിയാണ് മൂടിക്കളഞ്ഞു. ഓ ചേർത്തിട്ടാണ് അവിടെ ഒരു കുറ്റി പോലെ തന്നെ നിങ്ങൾ കെട്ടുമ്പോ ആ കല്ലുമെന്ന് കയറി പിടിക്കുക. അങ്ങനെയല്ലേ? കല്ല് നമ്മളിന്റെ ഉള്ളില് ആ കല്ലുമെന്ന് പുറത്തേക്ക് കയറി പിടിക്കുക. ചെറിയ കല്ലുകൊണ്ട് അല്ലേ? മൂപ്പരോട് ചോദിച്ചോക്കെ.
നല്ല ടാസ്ക്കാണ് ഗൈസ് ഇവിടെ ഈ സാധനം ആക്കണമെന്നുണ്ടെങ്കിൽ. കാരണം ഇവിടുന്ന് കയറ് പിടിക്കും. കല്ല് ഇതൊക്കെ ആയിക്കൊണ്ടേ വെയ്ക്കണില്ല. കല്ല് ഞമ്മളതാണ്. ആ ഓക്കെ ഒരട്ട പറഞ്ഞില്ലേ ഇത് എന്താ റേഡിയോയോ? ചേട്ടാ അത് കൂടെ ചരട്ടെടുക്കടാ, ചരട്ടെടുക്ക്. ശനി ആ ചരട്ടെടുക്കടാ. കമ്പി ഇടുമ്പോ മാത്രം ശ്രദ്ധിച്ചാൽ മതി. 2 ഇഞ്ച് വലിച്ചിടണം. അല്ലെങ്കിൽ കമ്പി അതല്ല ഇത് സാധാരണ ഉള്ളു കമ്പി ഇടുമ്പോൾ ഒരിക്കലും ഇടരുത്. ഇത് ഈ സെറ്റാ. അതിന്റെ അടിയിൽ ഒരു സെറ്റും കൂടി ഉണ്ട്. അതെടുക്കാൻ പറഞ്ഞോടി. ഒന്നുകൂടി മണ്ണടി. യാളാ ഇനിയുണ്ട് കുറച്ചുകൂടി മണ്ണ് അവിടെ. ടാസ്കാണ് അവിടെ അല്ലേ? ഈ കല്ലുകളെ കണ്ടിട്ടാ പോരെ. കല്ലും മണ്ണും എല്ലാം കൂടി കണ്ടിട്ടാ. എന്നാ നിനക്ക് ആ കല്ലും കണ്ടു എന്നാ പിന്നെ അനങ്ങാതെ അടന്നോളൂ ഇപ്പൊ കുറച്ചൊക്കെ കുറക്കണില്ലേ? അല്ലേ? കുറേ കുറച്ചു. ഞാൻ അവിടുന്ന് കുറച്ച് കുറച്ചു. നിൽക്കണ്ടടാ തുണ്ടല്ലേ. എന്നാലും അതിന്റെ ഇടയിലൊക്കെ ഉമ്മ അവിടുന്ന് മാറുന്ന കല്ലെടുക്കാനേ. കല്ലെടുക്ക എന്നാ കല്ലെടുക്കി. കല്ലെടുക്കട്ടെ. അതിന്റെ ജീവിതകാലം അവിടുന്ന് ഇളകരുത്. ഈ ഭാഗത്തേക്ക് കിട്ടമ്മ. ഈ ഭാഗത്തേക്ക് അവിടെ തന്നെ. യാള എവിടെ? അവിടെ കുറ്റ വേണ്ട. ഇതിപ്പോ കെട്ടാനാണെങ്കിൽ ആരെ വിളിച്ച കിട്ടുക? എടാ അമ്മക്ക് കെട്ടിനക്കായി നല്ല മറ്റേ പഞ്ചായത്തിന് എഴുതി കൊടുത്ത ഓലി കെട്ടൂലേ? എന്ത് സിമെന്റ് എന്താക്കുക? കുറച്ചോ? വാർക്കാൻ പറ്റും. നിങ്ങൾ ആവയൊക്കെ ഇവിടെ വാർത്തുന്നല്ലേ അതുണ്ട്. വണ്ണല്ലാതെ ഇവിടെ ഈ അടിഭാഗം കുറച്ച് വണ്ണത്തിലും ഇങ്ങോട്ട് വണ്ണല്ലാതെ ആക്കിയാ മതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് ആണ് കേസ്. ആ എങ്ങനെ കേട്ടില്ല? ഈ കല്ലോടെ കുഴിച്ചാൽ നാനിയൊക്കെ കുത്തരും. ആണോ? ആ ഓലതാ. ആ ഓക്കെ മോണ്ട വാ ഇവിടെ കുഴിച്ചാണ്ടിഞ്ഞ്. അല്ല അവിടെ ഓല കല്ല് കല്ലുണ്ടോ അവിടെ? ഓൾക്കൊരു കല്ലുണ്ട് അത് കുഴിച്ചിടാൻ വേണ്ടിട്ട്. വലുത് ഒന്നും തന്നെ മതിയായില്ലേ? വലുത് വാങ്ങും. വലുതോ വലുത് വാങ്ങിയാൽ മതി. മതിയായില്ലേ? വെറുതെ വലുത് വാങ്ങിയില്ലേ? ഇതെങ്ങനെ നിങ്ങൾ കൊണ്ടുവരാനുണ്ട്? ഓ കൊണ്ടുവന്ന ടാസ്ക് സ്കൂട്ടി വെച്ചിട്ട് പാളിയിട്ട് അറിയോ? വണ്ടിയുടെ ടയർമത്തെ കാറ്റ് അങ്ങനെ പോവും ഓട്ടോമാറ്റിക്. അല്ല നല്ല കൊണ്ടുവന്നിട്ടേ സെൻട്രൽ അങ്ങനെ വെച്ചിട്ട് പാള് വണ്ടി. വേരുണ്ടല്ലോ അവിടെ? വേരന്നെ. ആ തേക്ക് മുറിച്ച് കളഞ്ഞാലോ എന്നപ്പോ തന്നെ. ഒന്നെങ്കിൽ മരം അല്ലാന്നുണ്ടെങ്കിൽ കല്ല്, അതും അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മണ്ടാറുണ്ടാവും. നല്ല സ്ഥലമൊക്കെ ഈ ജാതി കല്ലാണല്ലോ. ആ അങ്ങനെ കഴിച്ച് നമ്മളെ അളവെടുക്കലൊക്കെ കഴിഞ്ഞു. ആളെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടോ. അതേപോലെ തന്നെ നമ്മളെ കാക്കി അതിൻ്റെ ഒപ്പം തന്നെ പോയിക്കണ്. ഓനക്ക് എന്തോ പരിപാടി ഉണ്ടാണ് പോയതാ ഗൈസ്. നമ്മൾ അതേപോലെ തന്നെ അവിടെ ഒരു കാല് കുത്തി വെച്ചു. കാരണം അത് നമ്മൾ കുത്തി വെച്ചു. ഇനി വെക്കണ ഗൈസ് ബാക്കി 3 ഉണ്ട്. അത് 3 പണിയെടുക്കാൻ ഗൈസ് ഭയങ്കര കനണ്ട് അത്. അപ്പോൾ ഞാൻ എൻ്റെ കളിക്കൂട്ടുകാരനായ റിസ്വാനെ ഗൈസ് ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എടാ വണ്ടി ഇവിടെ കയറ്റിക്കോ. ഇവിടെ വാ. ഒരു 5 മിനിറ്റ് മാറ്റിയിട്ട് ഞാൻ മാഗിയോ ബാന്നാലേ ഇതാണ് പണിയെടുക്കാനുള്ളത്. എല്ലായിടത്തും കുത്താണ്ട് അത് നമുക്ക് ഇനി 3 ഭാഗം കുത്താനുണ്ട്. ഒന്ന് വെടിയും ആരി അത് കഴിഞ്ഞു പോയി. 8 മണിക്കൊക്കെ കഴിഞ്ഞു പോയി. ആ ഗൈസ് ഇതില് കോമഡി അതല്ല. മമ്മ ഇങ്ങോട്ട് വരി. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക കോമഡിയാണ്. ബാ ഇവിടെ വരി. ഇമ്മമാരെ നമുക്ക് ചോദിക്കാനുള്ള ചോദിച്ചിട്ടും കാര്യമൊന്നുമില്ല. അതിപ്പോ ഞാൻ അങ്ങനെയാണ് ഗൈസ്. ആ അറിയില്ല. ആ എനിക്ക് കുത്താൻ ഊറ്റം കയറിയിക്ക. അതായത് ഗൈസ് വേറൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളെ സെന്റിന്റെ അതായത് ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എത്ര സെന്റാണെന്നൊന്നും ഗൈസ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി അതായത് ഉമ്മമാൻ്റെ പ്രായം തൊട്ട് ഇതുവരെ ഗൈസ് അതിനൊരു അളവോ ഒരു തേങ്ങയോ ഒന്നും ഇല്ല. ഇനി നമ്മളൊരു കണക്കിലിങ്ങനെ ഇത് നമ്മളെ സ്ഥലമാണെന്ന് മാത്രം പറിച്ചിട്ടുള്ളൂ. ഇനി അപ്പോൾ ആ ഒരു കാര്യം ഗൈസ് നമ്മൾ ഇന്ന് അളന്നു. അത് അളന്നു വന്നപ്പോഴാണ് ഗൈസ് തെങ്ങ് അതേപോലെ തന്നെ ഇതിന് പേരെന്താ? ഇത് കൊക്കോ കാപ്പി, അടുത്ത തെങ്ങ്, അതേപോലെ തന്നെ ഞാവൽ മരം. ഇതൊന്നും ഗൈസ് ഇപ്പൊ നമ്മളതല്ല. അതൊക്കെ പോയി. നല്ല നല്ല സാധനങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പോയി ഗൈസ്. അതെ നല്ല നല്ല സാധനങ്ങളൊക്കെ ഇപ്പൊ വജ്ജിലായി. വന്നപ്പോ നമ്മക്കൊന്നുമില്ല.
രണ്ട് തെങ്ങ് ഇതാ ആ. ഈ തെങ്ങും പോയി അവിടെ പിന്നെ ഒരു മുരിങ്ങ പിന്നെ കൊക്കോ കാപ്പി പിന്നെ വേറെ തെങ്ങ് പിന്നെ കഴിച്ച് അവിടെ ഒരു ഞാവല് പിന്നെ 2 ഡബ്ബർ ഇത് കണക്ക് കൂട്ടി വന്നപ്പോ കഴിച്ച് ആകെ നഷ്ടം. നഷ്ടക്കച്ചവടം ഇവിടെ ഇതിനുള്ളിലൊന്നുമില്ല, ഒക്കെ പുറത്തുണ്ടായി നട്ടുകള്. അതെന്താ വയ്യില് നടാനുള്ള ഒരു കാരണം? റബ്ബർ നമ്മളതാ. വയ്യില് നടാനുള്ള ഒരു കാരണം അന്ന് ഒന്നും അറിയില്ലേനി അപ്പൊ കുഴിച്ചിട്ടു. പിന്നെ അല്ലേ ഇപ്പൊ വയ്യ അങ്ങനെ അതിലൊക്കെ പോകും. ഇപ്പോഴും അങ്ങനെ തന്നെ. എപ്പോഴും ഇപ്പൊ മേലെ അല്ല എന്താ പറഞ്ഞേ? അന്ന് വെച്ചിട്ട് ഇപ്പൊ ഇവിടെ കയറി ഒലിച്ചു പോയതേക്കാരൊക്കെ. ആ ഞാൻ പറഞ്ഞില്ലേ ഗൈസ് ഇന്റെ കൂട്ടുകാരനാണെന്ന്. അപ്പൊ നമ്മള് അതിനനുസരിച്ചുള്ള ബോധം വിവരമൊക്കെ ഓന്റേതും നിശ്ചയമൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. അല്ലേ? അതിന് ഇവിടെ പറയേണ്ട ആവശ്യം ഓനിഞ്ഞോ പെണ്ണുണ്ടോ കെട്ടിട്ടുണ്ടോ അത് പറയല് കഴിച്ചു ചെറുക്കിന് കുറവായി. നമുക്ക് പണിയെടുക്കില്ലെന്നാ നമ്മള് കഴിച്ചു ഓനെ പണിയെടുക്കാൻ വേണ്ടി വിളിച്ചെത്തിക്കാണ്. കാല് കുഴിച്ചില്ല. അങ്ങനെ ഓട്സ് ഉണ്ടാക്കി കഴിഞ്ഞേക്കണേ. കുടിച്ചോണ്ടോ? അല്ല ഇനി പോയി പണി കഴിയട്ടെ എന്നിട്ട് തിന്നാം. അല്ലെങ്കിൽ റിസ്വാനം കൊടുക്കേണ്ടി വരും. ഓക്കെ ഞാൻ രാവിലെ തൊട്ട് കാലിപ്പള്ളി നടക്കണേ. മേലെ കുഴിച്ചിട്ട് വരികടാ. ആളെപ്പെടുന്നോ? ഏയ് ഇവിടെ അല്ലേ ഇതൊരു ടൈം കുത്തോ? ഏതൊരു ടൈം കുത്താ കാട്ടി കൊടുത്താ പോണ്ട, അല്ലെങ്കിൽ അതിന്റെ മോൾക്കൂടെ കുത്തും. പണി എന്താ വെച്ച് കഴിഞ്ഞാല് ഇതാ ഇങ്ങനെ കിട്ടണം. തൂണി നമ്മളത്. ഇങ്ങോട്ടോ ആ തൂണുള്ളിക്കാ. ഞാൻ കാണിച്ചു തരാം. അവിടെ മറ്റേ സാധനം എടുക്കട്ടെ. കാലി നിൽക്കല്ലോ വണ്ടി. ആ കാലി നമുക്ക് മമ്മ അങ്ങോട്ട് വരി. മമ്മ നേരത്തെ പിക്കാസ് എന്തൊക്കെ കൊണ്ടുവന്നീനല്ലോ. ആക്കണം. പിക്കാസ് ഒക്കെ കൊണ്ടുവന്നിട്ടോ മമ്മ? അല്ല ഇത് എനിക്ക് എങ്ങനെയാ കാണിച്ചു തരാനേ. അതായത് കാല് നമ്മൾ ഇതിന്റെ ഉള്ളിലാവും. പിക്കാസ് ഉണ്ട്. എങ്ങനെ അങ്ങനെയല്ല അങ്ങനെ തന്നെ ഉള്ളില് വരിക നമ്മളത്. ഇല്ലേ ഇത് പുറത്തേക്ക്. ഇമ്മ അവിടെ അടുത്ത് എനിക്കറിയാം ഇങ്ങനെയാണ്. എങ്ങനെ അറിയോ? അങ്ങനെയല്ല. അതായത് കാല് നമുക്ക് വരണം. മനസ്സിലായോ? ഒന്നും പാടെ കേറിയിട്ട് ആ കാല് നമ്മളതിൽ വരും. പോസ്റ്റിന് ചാരിച്ച പിക്കാസ് എന്നാടാ മമ്മ. പിക്കാസ് ഒന്നുകൂടി സുഖം ഇതിന് കണക്കാക്കിയിട്ടില്ലേ? പിന്നെ ഓന്റെ പെരപ്പണിയൊക്കെ തുടങ്ങി. നമ്മള് പോയി കുത്തിന്. കുറച്ച് വലിയ കുത്തണ്ടി വരും. അത്രയും വീതി വേണ്ടേ? അതെ റിസ്വാനെ ഇവിടുന്നാണ് നമ്മൾ അളവ് എടുത്തിക്കണേ. അപ്പൊ ഇങ്ങനല്ലേ? ഞാൻ 4 കുത്തി. അപ്പൊ നമ്മളെ ഇത് ഇവിടെ വരും. എന്റെ ഇവിടെയാണ് എന്റെ വരണ്ടേ. സെന്ററിന് കിട്ടണോ? ആ അമ്മ ഇത് പൊട്ടത്തിനും കാട്ടണേ. എടാ അത് ഇങ്ങനെ കിട്ടി ഇങ്ങോട്ട് ചിരിച്ചു വെച്ചായി കുറച്ച് നിങ്ങക്ക് വേണ്ടി എത്ര കിട്ട്. എന്നാ പിന്നെ മൂപ്പരാനെ അളവ് എടുക്കാൻ വിളിച്ചാണ്ടല്ലോ പോയതാ. അല്ല ഇതിന് കണക്കാക്കി കുത്തുക. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും വെച്ചോളൂ. എനിക്ക് കണക്കാക്കി വെച്ചാൽ മതി. ആ ഇത് ശരി തന്നെയാണ്. നമുക്കുള്ള അളവ് അവിടെ ഉണ്ട്. പിന്നെന്താ കുത്തിന്റെ അവിടെ തന്നെ കത്തിരുത്താണിമ്മ. ഇവിടെ ആവശ്യമില്ലാത്ത ചെടിയും ചരങ്ങും ഒക്കെ നട്ടുകണ് ഇവിടെ. വജ്ജില പോസ്റ്റ് അത് നമ്മളറിയേണ്ട ആവശ്യമില്ല. പഞ്ചായത്ത് ആയിക്കോളും. പോസ്റ്റിന്റെ കാര്യത്തിൽ കേട്ടോ. അത് 2 ഫേസ്. അതൊക്കെ അപ്പുറത്താണ്. എന്ത് ഇതിപ്പോ മുറിച്ചിട്ടത് എന്തേലും ആവട്ടെ. ഇതിപ്പോ പറിച്ചണ്ടല്ലോ. അമ്മ ചിരട്ട എടുത്തോണ്ടിരി. ഇപ്പൊ ഞാൻ പറഞ്ഞ കണക്കിലാണെന്നുണ്ടെങ്കിൽ റിസ്വാനെ ഒന്നും പാടെ കയറ്റി കുത്തണം. ഇവിടെ കുത്തണം. അവിടെ കുത്തണെങ്കിൽ ഇത് മാറ്റണേ. ആ ആ ആ അളവിലാണ് പോട്ടെ. അവിടെയാണ് നമ്മളെ കാല് വരിക. കൂലിയൊന്നുമില്ല. ചായ ഉമ്മ എന്താ മാറിക്കണേ? ഇപ്പൊ സ്ഥലത്തിന്റെ അളവ് കണ്ടപ്പോ ഞെട്ടിയതോ അതോ എന്തിനു കിട്ടണ? അളന്നപ്പോ എത്ര ഉണ്ട് പറഞ്ഞേ? അളന്നപ്പോ ഒരു കൃത്യനിഷ്ഠതല്ല. നമ്മളെ ആധാരത്തിലൊക്കെ എങ്ങനെ ചെയ്യല് 10 സെന്റാണ്. അപ്പൊ മൂപ്പര വന്ന് അളന്നപ്പോ പറഞ്ഞു 10 അല്ല ഒരു 12-13 ഉണ്ടാവാം. കറക്റ്റ് അളവ് മൂപ്പരാൻ അറിയില്ല. മൂപ്പര അവിടെ പോയിട്ട് കണക്ക് കൂട്ടിയിട്ട് സാവധാനം പറഞ്ഞു തരാന്ന് പറഞ്ഞു. ഇത് വാങ്ങിയപ്പോഴും പറഞ്ഞിട്ടില്ല, വിറ്റപ്പോഴും ഒരു വെച്ച് തന്നപ്പോഴും പറഞ്ഞിട്ടില്ല, ഞാൻ എടുത്തപ്പോഴും പറഞ്ഞിട്ടില്ല. അതെന്തായാലും നന്നായി. ഇത് ഇങ്ങനെയാണ് പറഞ്ഞു. കമ്മട്ടം അന്നൊക്കെ കമ്മട്ടല്ലേ. ഇപ്പൊ കമ്മട്ട ഒന്നുമില്ല. കുറച്ച് കേറ്റി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു.
എന്നെ എന്തായാലും പറഞ്ഞു എന്നാ പിന്നെ കുറച്ച് കേറ്റിയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാര്യം എന്തായാലും അന്നത്തെ കാര്യം അതിലും വരും അത് പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ ഈ തെങ്ങ് ഇപ്പോ നമ്മള് നല്ലതൊന്നും പറയില്ലല്ലോ ഇല്ലേ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കല് നടക്കൂല നമുക്ക് പറിച്ചിട്ട് കുറച്ച് നീക്കി വെക്കാം. അല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ തെങ്ങ് മാത്രം പോലെ മേലക്ക് ഡബ്ബറൊക്കെ അതുണ്ടല്ലോ മേലക്കായിട്ടുള്ള പണ്ടായിരുന്നു. അപ്പൊ അത് നമ്മളെ കടമ വഹിച്ചു. ഇനി ഓലെന്താ ചെയ്തോട്ടോ നടക്കുമ്പോഴേക്ക് ഇവിടെ അതാ ഒരു നിധി സ്വർണ്ണക്കല്ല് സ്വർണ്ണക്കല്ലൊക്കെ കിട്ടി കഴിഞ്ഞാണല്ലോ നമ്മളാരായില്ലേ നമ്മളാരായി പഞ്ചായത്താര് പെരിയും കൂടി ഒക്കെ പാടെ ഏറ്റെടുക്കും. നമ്മള് തൊടുവിലും പോവും. പറയണ്ട വ്ളോഗിൽ തന്നെ പറയണ്ടെന്ന് ഒക്കെ നടക്കുന്ന കാര്യം. മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നെതി കുഴിച്ചിടാൻ പോയിട്ട് തിന്നാൻ വരല്ല എന്നിട്ട് നെതി കുഴിച്ചു. അന്നൊക്കെ പട്ടിനി കാലാളാ. അന്ന് വെറ്റിലി മുറുക്കി നടക്കുകയാണ്. വേണ്ട വല്യമ്മ പിന്നെ എന്റെ വല്യമ്മ കേട്ടോ. അപ്പൊ ഇത് പണ്ട് തൊട്ടേ ഉള്ളൊരു കണക്ഷനാണ്. ഓന്റെ വല്യമ്മ മമ്മാക്കാരന്റെ മാന്റെ കുട്ടിയാണല്ലോ അത്. അപ്പൊ ഞെച്ചറിയണോ നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഒക്കെ പണിയിട്ട് അറിഞ്ഞ ആൾക്കാരാണ്. ആ ഇപ്പഴല്ലേ ഇപ്പൊ ഗൾഫും മറ്റോ മറിച്ചതും അതും ഇതൊക്കെ. ആ ഇല്ല, ഞങ്ങളെ കുട്ടിക്കാരൊക്കെ കണ്ടവന്റെ അവിടെ പോയി കണ്ട് പണിയിട്ട് കണ്ട് തിന്നുന്ന കാലാണ്. അന്ന് സമ്പാദിച്ചാൽ ഇല്ലോരുണ്ടാക്കും, ഇല്ലാത്തവന് കയ്യിലുത്തല് തന്നെ. ഓ ഇത് അടിക്ക് നല്ല മണ്ണാട്ടോ, വെള്ളം കിട്ടലുണ്ട്. കളിമണ്ണല്ലേ നമ്മളെ കിണറ്റത്തെ മണ്ണേ. എടാ മോന്റെ ഇത് കിണറാണി, ഇതാ അത് കിണറാണി. ഇതൊന്നും എന്റെ കിണർ അവിടെ നമ്മളെ കക്കൂസ്. ഇത് ഇവിടെയും കിണറുണ്ടായില്ലോ, ഇത് ഇടിഞ്ഞിട്ടല്ലേ. ആര് പറഞ്ഞു? ഇവിടെ കിണറും തോടൊന്നുമില്ല. ആരും അറിഞ്ഞോ? അത് അപ്പൊ ഉമ്മല്ലേ പറഞ്ഞു ഇവിടെ കിണറൊക്കെ ഉണ്ടാക്കി. മുണ്ടാ പോയിക്കാണി പറഞ്ഞു. നിങ്ങള് ആ കിണറ് കക്കൂസാക്കിയല്ലേ, അതിനുള്ളു കിണറ്. എടുത്തോണ്ട് വെച്ചളാ. നിക്കട്ടെ തിരിച്ചോക്കട്ടെ എങ്ങനെ അങ്ങനെ എന്തിനാ ഇങ്ങനല്ലേ വണ്ടി? അങ്ങനെ അതിരായി ഗൈസ് ഞങ്ങക്ക് അതിരും കല്ല്. ഇനി മണ്ണിടാ. ആദ്യം കല്ലിട് താഴെ. ആ പൊട്ടി. ചെറിയൊരു ചെരുവുണ്ടല്ലോ. എന്താണ്? ആ മൈനസ്. ഓ വാട്ടർ ലെവലൊക്കെ നോക്കുന്ന കളിയാ. സെറ്റ് ഞാൻ മണ്ണിട്ടോളി. എന്നിട്ടാ ഇജ്ജ് കുറച്ച് നേരത്തെ വരണ്ടീനടാ. ആ മൊബൈലിട്ടേക്ക്. എടാ അബ്ബനെ നേരത്തെ വിളിച്ചാതീനി. മൈനസ് എടാ ഒന്നും കൂടി ഉന്നോട്ട് കൈ തട്ടല്. കല്ലെടുത്താണ് ഇട്ടാണിമ്മ. ടെക്നോളജിയാ റിസോനൊരു സംഭവം തന്നെ. ഇപ്പോഴൊക്കെ ലെവല് പോയി. ഞാൻ അവസാനം അറിയാം എന്താവുന്ന്. ഓവർ പോലോ. എന്തോ കാട്ടിയത്. കല്ല് അങ്ങോട്ട് എരിഞ്ഞിക്കാണ്. നേരത്തെ വിളിച്ചില്ലല്ലോ നിങ്ങള്. ഇനിയിപ്പം ഫുള്ള് തിരക്കല്ലേ. ഇവന് വേറെ പണിയിലാണ്. അപ്പൊ വേറെ സ്ഥലത്ത് ആക്കലുണ്ടായി. 2 മിനിറ്റ് മാറ്റിയില്ല. ഞാൻ മാഗി 2 മിനിറ്റ് കൊണ്ട് തയ്യാറാവുന്നില്ലേ. നീച്ചിട്ട് നാളെ നീച്ചത് ഷേപ്പ് ചെയ്യുന്ന പരിപാടിക്കാ. ഇന്ന് പണിക്കുള്ളപ്പോ ഇന്ന് പോണേ. റിസോ പണിക്കൊക്കെ പോലുണ്ടോ ഇടക്ക്? എന്തെങ്കിലും പണിക്കുണ്ട്. ആ മൊബൈലിൽ എന്ന് വെച്ചാൽ ലെവലാണ് നോക്കിയപ്പോ. ഇന്നലെ ചെവിടി ഇനി നോക്കുമ്പോ ഉണ്ടാവും -5. ആ ഞാൻ പറഞ്ഞില്ലേ ചെറിയ മാറ്റുള്ളൂ. അങ്ങോട്ട് നിൽക്കണോ അവിടെ ഇപ്പൊ കല്ലും കൊണ്ടുവന്നിട്ട്
ആ ഓക്കെ നീക്കി വെക്കുമ്പോൾ കറക്റ്റല്ലേ പോയി -3 4 ഓക്കെ അല്ലേ എടാ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലിട്ടുമ്പോ കോൺക്രീറ്റ് ഉണ്ട് ഇവിടെ ആ അതപ്പോൾ ചെയ്യാം ആ ചുറ്റിക്ക് കത്തിയതിലെടുത്തോ ഇനി മുകളിൽ കാര്യമായിട്ടായിരിക്കാണ് എങ്ങനെ മമ്മ കാര്യമായിട്ടേ ആ അരുവാണ് അവിടെ മുകളിലേ ഈ 2 ഭാഗം ആ തരാം കുറ്റിക്ക് തരാം എനിക്ക് കുറ്റിക്കാണ് തരാം ഇനി മുകളിൽ അവിടെ ഞങ്ങൾ കുത്തി വന്ന് അവിടെ ഇപ്പോൾ ഒരു വലുതാക്കണം അവിടെ കുത്തി വെച്ചാണ് എടാ അതാ പറഞ്ഞ അവിടെയൊക്കെ ഓനെ പൊളിച്ചണ്ടീനി എടാ ഇനി ഇതൊക്കെ ഇതാക്കുമ്പോ ഓനെ വിളിച്ചണം ഏത് അവന്റെ ചിത്രം കൃത്യമായിട്ടില്ല ഉണ്ടെങ്കിൽ ഈ വികാസം എടുത്തോ പൊങ്ങട്ടാണ്ട് എന്തൊരു ഇത് താമസം അത് എടുത്തോ ഇജ്ജ് എടുത്തോ എന്നാടാ ഈ വികാസം എടുക്കണം ആ പിക്കാസ് എടുത്തോളി മാമ ബാക്ക് തട്ടി പൊങ്ങട്ടെ ഇമ്മയെ കല്ലൊക്കെ മണ്ണ് മാന്തണങ്ങലോ സെറ്റാക്കിയിട്ടുണ്ടോ ആ പൊളിഞ്ഞ ആളരുതേ പിന്നെ ഗൈസ് വേറൊരു കോമഡി കൂടി ഉണ്ട് ഇത്രയും കാലം ഈ പ്ലാവില്ലേ ഈ കാണി പ്ലാവ് ചക്കമരം ഇത് അപ്പുറത്തെ തോട്ടത്തേക്കാണ് ഞങ്ങൾ ഓലത്തെ വിചാരിച്ച് കുത്തിരിക്കാണ് പിന്നെ പോയി നമ്മളതായി ഈ അത് നമ്മളതാണെങ്കിലും അതിൽ വേറെ ഒത്തുതീർപ്പുണ്ട് അതിന്റെ പകുതി അപ്പുറത്തേക്കാണ് അപ്പോൾ അപ്പുറത്തെ കൊലമ്പ ഉണ്ടാവണ കായ് പോലത് ഇപ്പുറത്തെ കൊലമ്പ ഉണ്ടാവണ നമ്മളത് അല്ല കായ് അപ്പുറത്ത് ഉണ്ടാവുകയാണെങ്കിലേ അപ്പോൾ ചിരിച്ചത് കിട്ടി എന്തിന് ഞമ്മക്കാ വേണ്ടിയേ വികാസം നടുമുറിച്ച ഇതെന്തായാലും ഇനി മുറിച്ചണം അല്ലേ ഇതൊക്കെ എന്തായാലും മുറിച്ചേണ്ടി വരും എന്തായാലും മുറിച്ചണം കാരണം സെന്ററിലാണ് കേസ് കിടക്കുന്നത് അതിർക്കൊന്നും ഇതൊന്നും കുടിച്ചെടുത്തില്ലേ സത്യം പറഞ്ഞ ഞങ്ങളാണല്ലോ കുഴിച്ചിട്ടേ നിങ്ങളല്ലേ വിളിച്ചിട്ടുണ്ട് നിങ്ങളല്ലേ ഇതിനകത്ത് കണ്ടോ ഈ ഇരുള് ഇത് മുറിച്ചോളണം ഇതിന് 2 കൂട്ടർ സ്ഥലാടാ ഇതൊരു കൂട്ടിലും ഇത് വേറൊരു കൂട്ടിലും അല്ലേ ആ ഒരാൾക്ക് ഒറ്റല്ലോ അങ്ങനെ അവിടെ ഇവിടെ കുത്താൻ കുറച്ച് നയിപ്പേക്കാടാ കല്ലാണ് എങ്ങനെ എന്താണ് ഇവിടെ വേരുണ്ടാവും വികാസം ഉണ്ടല്ലോ ആ വേരും ഉണ്ടാവും ഇങ്ങനല്ലേ പിക്കാസ് ഇത് അത് കല്ല് നമ്മളതാവണം ഇത് നമ്മളതാണ് അതിപ്പോ പിടിച്ചണ്ട ഇങ്ങനെ ഇങ്ങനെ ഇതാക്കണം. ഇന്നത് നമ്മൾ കുത്താൻ നോക്കട്ടെ അല്ലേ അങ്ങനെ ഒരു നീണ്ട ഒരു 2-2.5 മണിക്കൂറിന്റെ വർക്കിനൊടിയിൽ അതായത് പണിന്റെ ഒടുവിൽ നമ്മൾ ഇപ്പോഴാണ് ഫ്രീ ആയത് അല്ലേ എന്തായി നമ്മളവിടെ ഇതാക്കിയിട്ട് എന്തായി അവസ്ഥ ഇപ്പൊ എന്തായി അതിലൊക്കെ തൂണ് കുഴിച്ചിട്ട് പോന്നു കുഴിച്ചിട്ടു ഗൈസ് നല്ലോ പാറി അതേപോലെ കല്ല് ഇതൊക്കെ ഉണ്ടെങ്കിൽ റിസ്വാൻ അറിയാം റിസ്വാനാക്കനൂടെ കൊയങ്ങി നിന്നിരിക്കുന്നത് റിസ്വാന്റെ മേലും ശരീരങ്ങൾക്ക് കണ്ടറിയാം ഗൈസ് ഓൻ എത്രത്തോളം ഇതിന് മെനക്കെട്ടിരിക്കുന്നത് ഇതിന് പീഞ്ഞിപ്പ് കിട്ടും ഓ നല്ലോ കഷ്ടപ്പെട്ടു വരുന്നില്ല ഉണങ്ങിയത് ഓനയിലോട്ട് വീണിക്കാണ് ഗൈസ് അതിന്റെ അടിക്കണ മറ്റോ കമ്പി എടുത്താണ് പിന്നെ തലീക്കൂറി ഇട്ടു സത്യം പറഞ്ഞ വേറെന്തോ പരിപാടിക്ക് വിളിച്ചാണ് ഇന്നലെ ഇതേപോലെ തന്നെ ഉണ്ട് പറഞ്ഞിട്ട് ആട്ടെ കമ്പിക്കാലി കയറ്റാൻ വേണ്ടിട്ട് ഇന്നലെ ഷെബീറോടെ പോവാറുണ്ട് കമ്പിക്കാൽ എത്തിച്ചാൽ കൊണ്ടുണ്ട് പണിയാണ് ഗൈസ് കൂട്ടുകാരന്മാരെ നല്ല പണി അടുപ്പിച്ചില്ലേ പിന്നെ പനിയായോണ്ട് അല്ലാന്നുണ്ടെങ്കിൽ മുന്നേ നമുക്ക് ചാമ്പാഞ്ചി മുന്നോട്ട് ഫുഡ് ഉണ്ടായിരുന്നു കോനും വരും പറഞ്ഞു പനിച്ചിറക്കണം ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടുള്ളൂ നമ്മളതുണ്ടാക്കിയപ്പോ ഓനെ വിളിച്ചാതേനി അതെ വിളിച്ചില്ലല്ലോ ഉണ്ടാക്കി എന്താ പ്രൊഫസർ ഓനെ വിളിച്ചെന്നല്ലേ അപ്പൊ ഓൻ പറഞ്ഞു ജിമ്മിൽ പോണം അപ്പൊ അതിന് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ഇപ്പൊ ചെക്കൻ പോകാൻ തുടങ്ങാണല്ലോ ജിമ്മില് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞേ എടാ മുന്നൊക്കെ പനിയാണെങ്കിൽ പോയി കാണിയടാ ആ അങ്ങനെ ഇവനെ ഗൈസ് അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ സ്ഥലവും കാര്യങ്ങളൊക്കെ അളന്നു ഇനി മൂപ്പര അവിടെ എത്തിയിട്ട് കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാന്നാ പറഞ്ഞത് പിന്നെ അവിടെ കമ്പിക്കാല് ഇപ്പൊ നമ്മൾ എത്ര കുഴിച്ചിട്ടേ 4 കുഴിച്ചിട്ടു അതായത് 3 അതായത് നമ്മൾ വലിയ 3 കൊണ്ടുവന്നില്ലേ ഞാൻ പറയാം വലുത് കൊണ്ടുവന്നില്ലേ അതിൽ ഒന്ന് ഇവിടെയും ഒന്ന് അവിടെയും കുത്തി ഇവിടെ കുത്താന്ന് നേരത്തെ അടിയിൽ ഭയങ്കര പാറയാണ് അപ്പൊ എന്ത് ചെയ്തു ചെറിയ കമ്പിക്കാല് ഉണ്ടായിന് ഇവിടുത്തെ ആദ്യത്തെ അതെടുത്താണ്ട് അവിടെ വെച്ചു വലുത് കുത്താൻ അത്രക്കും ഇറങ്ങണില്ല അപ്പൊ അങ്ങനെ ചെയ്തു അല്ലേ ഇങ്ങനെ പരിപാടി എന്താ അതല്ല ഈ സ്ഥലത്തിന്റെ പരിപാടി വെച്ചേ കുളിച്ചാന്ന് ഇനിയുള്ള പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ ഈ സ്ഥലത്തിന് എങ്ങനെയും ഇതിന്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെ നോക്കണം അതായത് ഇത് നമുക്ക് കൊടുക്കണല്ലോ അതായത് നമുക്ക് വാങ്ങണല്ലോ
നമ്മൾ ഇമ്മമാരുടെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിന്റെ സ്ഥലത്തിന്റെ റേറ്റ് അറിയണം. അപ്പൊ അതും കാര്യങ്ങളും ഇനി നോക്കാണ്ട് എന്നിട്ട് അതനുസരിച്ച് തരുമോ ചോദിച്ചു നോക്കി അത് തരൂലേ ഇമ്മമ്മ ഇവിടെ നിന്നാണ് തരൂലേ? ഇച്ച് പറയാനല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താ വെച്ചാ ഇച്ച് പിന്നെ ഇഞ്ചതായ ഇത് വേണം. മറ്റേ ഇറങ്ങി പോകാൻ പറയാൻ പാടില്ല. അപ്പോഴല്ലേ നമ്മളോട് എത്ര പറയണ്ടില്ലേ നിങ്ങളോട് പറയണോ ഇഞ്ഞോട് പറയണ രണ്ടായിട്ടാണ്. ഇച്ച് 4 ദിവസം അവിടെ 4 ദിവസം അവിടെ നിൽക്കാൻ പറ്റൂല. അതാകുമ്പോ ലാഭമല്ല. അത് വേണ്ട. ഇച്ച് ഇഞ്ചതാ പോലെ കാലം ഇവിടെ ഇരുന്നോ. എന്താ വെച്ചാ നാളെ ഒരിക്കൽ നിങ്ങൾ പറഞ്ഞ ഇറങ്ങി പോയി കെട്ടും കെട്ടിയാണ് ഞാൻ അങ്ങേ പേരിക്കും പോയി ഇങ്ങേ പേരിക്കും പറയാൻ പാടില്ല. ഞങ്ങളോട് ഞമ്മള് പറയില്ല ഉമ്മ നമ്മളോട് പറയും. നിങ്ങളോട് ഞാൻ പറയണ നിങ്ങൾ ഇങ്ങോട്ട് പറയാൻ രണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ആരോട് ഉമ്മ ആ ഒരു കാര്യത്തിൽ ഉമ്മ പേടിക്കണ്ട. അമ്മമാനെ ഇവിടുന്ന് ആരും ഇറക്കി വിടാനും ഒന്നിനും ഇവിടുന്ന് പോണില്ല. ആ ഒരു കാര്യം ഉമ്മ അതല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ സീരിയൽ കാണരുത് എന്നാ പറയുന്നത്. മനസ്സിലായി? സീരിയലിലാണ് മാതിരി സാധനങ്ങൾ ഉണ്ടാവും. എന്നിട്ട് അത് കാണും. എന്നിട്ട് അമ്മായി എന്റെ കണ്ണിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറയണത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതല്ല ഞാൻ പറഞ്ഞില്ലേ ഉമ്മ ആ ഒരു സംഭവം ഉമ്മക്ക് പേടി. അതോട് പറയാന് വേറെ ഒന്നും എന്റെ മക്കൾക്ക് നന്നാകണം. എന്റെ മക്കള് ഒരു പെരയച്ച് പാർക്കണം വെച്ചാൽ സന്തോഷമുള്ളൂ. ഒരു പെരയിൽ പാർത്ത് കടന്ന് മരിച്ചാൽ നല്ല പോലെ അല്ല നല്ല പോലെ നല്ലൊരു അല്ല പെരി പാർത്തിട്ട് മരിച്ചണം. അല്ല കരിയൊക്കെയല്ല മരിച്ചണം. നല്ല പൂരിയുണ്ട്. ഇത്രയും കാലമായിട്ട് ഇച്ച് 10-70 വയസ്സായിട്ടുണ്ടാവും. അല്ല തല ഇറക്കണ കാര്യമല്ല. ഒരു പേര നല്ലത് വെച്ചിട്ട് നമ്മൾ പാർത്തില്ല. ആരാന്റെ പെരിയിൽ ഒരു ദിവസം പോയി നിൽക്കുമ്പോൾ നമുക്കൊരു സുഖം പോരാ. എന്താ വെച്ചാൽ നമ്മളെ പെരി കിടക്കണത് അത് വേറെ ആയിട്ടാണ്. അതിനെ നമ്മളിവിടെ എന്തായാലും ഈ മഴക്കാലം കഴിഞ്ഞപ്പോ തന്നെ നമ്മളെ വൈകിന്റെ കാര്യം അതേപോലെ പിന്നെ എന്താ ഇത് കേക്ക് ഇത് കേക്ക് ഇതിന് നിങ്ങൾ എന്താ വിലക്കെട്ടിട്ട് ആനൂനെന്താ കൊടുക്കണം. അതന്നെ അതിനല്ലേ നമ്മള് ഇതാക്കണേ. അതിനാണ് നമ്മൾ കളിച്ച് തരണ്ട. ഇച്ചൊരു കാര്യങ്ങൾ നോക്കണ്ടല്ലോ. നിങ്ങൾ ഇതിൽ കൂടെ കുട്ടികൾ ഇഞ്ച കാലശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ചലിച്ച് വിരോധമല്ല. നിങ്ങൾ ഒഴിവാക്കിയിട്ട് എഴുതിയാലിച്ച് പ്രശ്നമല്ല. ഇത്ര മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഒഴിവാക്കല ആരും ഒഴിവാക്കണം അങ്ങനല്ല മാമ. ഇതിപ്പോ എന്തായാലും നമ്മള് എത്ര ആൾക്കാരാണ് ഉമ്മമാന്റെ ഇതിന്റെ അവകാശികൾ ആർക്കാണ് ഓൽക്കൊക്കെ വേണ്ടിയിട്ടില്ല എത്ര ഇതിന്റെ എമൗണ്ട് നോക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇതാക്കും. മനസ്സിലായോ? ആ അവകാശികൾക്ക് എത്ര എമൗണ്ട് അത് ഇതിന് എത്ര കിട്ടും നോക്കിയിട്ട് അതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ശരി ഉമ്മമാന്റെ പൈസ ഉമ്മമാക്ക് തരും. അത് എഴുതിയിട്ട് നമ്മളെ പേരിൽ ഉമ്മമാക്ക് പങ്കില്ലാന്നല്ല. മനസ്സിലായോ? അത് ഉമ്മാന്റെ പേരില് എവിടെ അത് ഉമ്മമാന്റെ ഒരു അത് ഉമ്മമാക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എന്തിനെങ്കിലും ഉള്ളതായി ആ ബാഗിൽ അവിടെ പൈസ ഇറന്നോട്ടെ. പക്ഷേ ഈ പെരിയിൽ ഉമ്മമാക്ക് ആ പൈസ ഉമ്മമാന്റെ എല്ലാവരും വെച്ചിട്ട് അങ്ങനൊന്നും ഇല്ല. മനസ്സിലായോ? അങ്ങനെയാണ് മാമ. ഇനിയിപ്പോ എന്തായാലും ആലോചിച്ചിട്ട് ഇനി അടുത്ത സോഡിയം കുറഞ്ഞ് അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കല്ലേ. എന്തായാലും ഗൈസ് നമ്മളെ ഇതിന്റെ കാര്യത്തില് പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കണം. അതിന്റെ അടിയിൽ കൂടെ മഴയും കൂടിയാണ് വരുന്നത്. അപ്പൊ നമ്മളെ വയ്യ മാത്രം കാര്യങ്ങളൊക്കെ ഇനി നടക്കുമല്ലേ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മഴയാണ്. ഇവിടുന്ന് മണ്ണൊന്നായിട്ട് താഴത്തേക്ക് ഇറങ്ങും. എന്തായാലും ഇന്നലെ പെരിഞ്ചാതി പേടിയാകുക. ഞാനവിടെ കിടക്കേട്ടോ. ഞാൻ അങ്ങോട്ട് പോന്നു. ഞാൻ വീണ് വരികയാണ് പേടിച്ചിട്ടടാ. ആണോ? അങ്ങനെ പേടിച്ചരുത്. ഞാൻ ഇങ്ങനെ കിടക്കുന്ന പൊന്തിക്കല്ലേ ചാടിക്കുക. എന്തായാലും ഗൈസ് അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി നമ്മളെ ബാക്കിയുള്ള സ്ഥലത്തിന്റെ കാര്യം തന്നെയാണ് പറയാനുള്ളത്. മറ്റേത് എന്തായാലും ഇനിയിപ്പോൾ പഞ്ചായത്തേക്ക് കൊടുക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് അല്ലേ. അത് തിരിച്ചു കൊടുത്തിട്ട് അത് ഇനിയിപ്പോൾ താൽക്കാലികമായിട്ട് അവിടെ കടന്നോട്ടെ. പൈസ തിരിച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. ബാക്കിയുള്ള പരിപാടി നമ്മളഞ്ഞ് പേരഞ്ഞ് വരാൻ പോണത് നമ്മൾ ഈ സ്ഥലത്താക്കി തരാം. ഇവിടെയാണ് ഇനി ശരിയാക്കല്ലത്. ഓൻ പറഞ്ഞുതരും. അതിനെ പറ്റി നമുക്ക് റിസ്വാനോട് ചോദിച്ചു നോക്കാം. എന്താ പറയണ്ടേ? അതായത് എന്റെ പേരുടെ ഡിസൈൻ ഞാനൊക്കെ എന്ത് ചെയ്തില്ല ശുഭം ആ പരിപാടി തന്നെ കേട്ടോ. പേരുടെ ഡിസൈൻ ഒക്കെ ഉണ്ടാക്കുന്ന പരിപാടിയാ. നമ്പർ കൊടുക്കണ്ടോ? ഞാൻ പറയണേക്ക് പറയും. അതായത് അനക്കെന്താ പറയാനുള്ളത്? നമ്മൾ ഇവിടെ പേരൊക്കെ ഇവിടെ അടിപൊളി കാരണം നിങ്ങൾ നിക്കോടൊന്ന് പോകൂല. എല്ലാ കുടുംബക്കാരും മക്കളൊക്കെ ഇവിടെ തന്നെ വരും. ആരും പോവില്ല. നിങ്ങൾ നിക്കോട് തന്നെ വരാകില്ലേ? അപ്പൊ അടിപൊളിയല്ലേ? അടിപൊളിയാകും. കാരണം പെര മാറി നല്ലൊരു പെര വരും. പിന്നെന്താ 30 നല്ല റൂമും കിട്ടും, മുറുക്കാൻ കിട്ടും. മുറുക്കാനോ വേണ്ട. പിന്നെ എന്റെ കുട്ടികൾ തറവാട് പോലെ തന്നെ വരും പോവും ചോദിച്ചു. ഓർക്ക് എന്നും തറവാട് കയറും. തറവാടൊക്കെ തറവാട് അല്ല എന്നാലും ഓലെ മനസ്സിൽ അതല്ലേ വരുള്ളൂ. ഞാൻ നിക്കണോണ്ട് പിന്നെ ഓരിയൊന്നും ഉണ്ടാവില്ല. പിന്നെ തറവാട് തന്നെയാണ്. ആർക്കും ആണെന്നുണ്ടെങ്കിൽ എപ്പോ ആണെന്നുണ്ടെങ്കിൽ കയറി വരാം. നമ്മളെ കുടുംബക്കാർക്ക് ആർക്കും ആണെന്നുണ്ടെങ്കിലും
മനസ്സിലായോ? തറവാട് പുതുക്കി പണി അത്ര. അപ്പൊ ഗൈസ് ഇന്ന് നമ്മളെ വ്ളോഗ് ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോ നാളെ ഗൈസ് അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം. ഈ മഴ കാരണം ഗൈസ് നമ്മളെ മഴയും പൂച്ചന്റെയും കാരണം നമ്മളെ വൈഫൈ ഇടക്കിടക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈറ്റാള് ദിവസം ഇല്ല. ഇടിക്കല്ലടാ. അല്ലല്ല ഇന്നലത്തെ ആ ഇടി കൊണ്ട് ഗൈസ് പൂച്ച പേടിച്ച് ചാടി എന്താ പറയാ വൈഫൈന്റെ അയാൾ വന്ന് നോക്കിയപ്പോ ശരിയായിന്ന്. എന്നിട്ട് ആള് ഇവിടെ വന്ന് അത് ശരിയാക്കി പോയി. ഇതൊക്കെ തന്നെ ഇനിയിപ്പോ ഇവിടുത്തെ അവസ്ഥ. കുറെ പരിപാടികളുണ്ട്. റോഡ് പണി മഴ ഒന്ന് ശാന്തം ശാന്തമായിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ വൈകിന്റെ പണിയുടെ പെട്ടെന്ന് തുടങ്ങാൻ ഗൈസ് അല്ലേ. ബാക്കി അപ്ഡേഷനും കാര്യങ്ങളും നമ്മൾ അറിയിക്കല്ലേ ഇനി. ഇനിയിപ്പോ അടുത്ത വീഡിയോസിൽ ഗൈസ് നമ്മൾ വരും. ഓക്കെ ബൈ.